ഹായ് ഓൾ എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഓഗസ്റ്റ് 24 നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എഫക്റ്റീവ്നെസ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ബെസ്റ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ് ഏറ്റവും നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അതായത് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസീവേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ മെസ്സേജ്, അബോർഡൻസ് ഓഫ് മൾട്ടിമീഡിയ യൂസ്ഡ് ഇൻ ദ പ്രോസസ്സ്, വെറൈറ്റി ഓഫ് റിസീവേഴ്സ് ഗെറ്റിംഗ് ദ മെസ്സേജ്, ഒതൻറ്റിസിറ്റി ഓഫ് ദ മെസ്സേജ് കൺവേഡ്. എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റിസീവേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ മെസ്സേജ്. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു, അതിന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അയാൾ ഒരു ആൻസർ തന്നു കഴിഞ്ഞാൽ, അതായത് റിസീവർ ഒരു ആൻസർ മെസ്സേജ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരുന്നു എന്ന്. അതിലൂടെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. മൾട്ടിമീഡിയ യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് റിസീവേഴ്സ് ഗെറ്റിംഗ് ദ മെസ്സേജ്, അല്ലെങ്കിൽ നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജിൻ്റെ ഒതൻറ്റിസിറ്റി ഒന്നുമല്ല കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്. നമ്മുടെ റിസീവർ എങ്ങനെ അത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമോങ് ദ ഫോളോയിങ് സ്റ്റെപ്പ് ഈസ് നോട്ട് ടിപ്പിക്കലി എ പാർട്ട് ഓഫ് ആക്ഷൻ റിസർച്ച്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആക്ഷൻ റിസർച്ചിൻ്റെ ഒരു പാർട്ടല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രക്ചറിങ് എ പ്ലാൻ, ഡേറ്റ കളക്ഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഫോർ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ, റിഫ്ലക്ഷൻ ഓൺ ദ പ്രോഗ്രാം പ്രൊവൈഡഡ്. അതായത് ആക്ഷൻ റിസർച്ചിൻ്റെ ഒരു പാർട്ടല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മളൊരു പ്ലാൻ സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ കളക്ഷൻ നടത്തിയിട്ട് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നുണ്ട്, റിഫ്ലക്ഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഫോർ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ നമ്മൾ നടത്താറില്ല. അതായത് ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ കാണുന്ന ചെറിയൊരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ കാണുന്നതിനെയാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ നടത്തുന്നതല്ല. ഇതൊരു റിസർച്ചറോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളോ കണ്ടക്ട് ചെയ്യുന്നതും അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി പർപ്പസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ഈസ് ടു. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെമ്മറൈസ് തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ്, ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ് ടീച്ചിങ് സ്ട്രാറ്റജീസ്, ഫോളോ ഇൻസ്ട്രക്ഷൻ കറക്റ്റ്ലി, അക്സെപ്റ്റ് ക്ലാസ് റൂം ബിഹേവിയർ. അതായത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ പ്രൈമറി, അതായത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസിലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെമ്മറൈസേഷന് വേണ്ടിയല്ല, ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനല്ല, ക്ലാസ് റൂം ബിഹേവിയർ ഫോളോ ചെയ്യാനുമല്ല, മറിച്ച് എന്താണ്, അതായത് ടീച്ചിങ് സ്ട്രാറ്റജീസിനെ ഇവാലുവേറ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും. അതായത് നമ്മൾ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചെയ്ത കാര്യത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസസുകൾ ഇവാലുവേറ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് ആൻ എക്സൽ 2060 വർക്ക്ഷീറ്റ് ഈസ്. അതായത് ഒരു എക്സലിലെ വർക്ക്ഷീറ്റിൻ്റെ എക്സ്റ്റൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്സ്, XLSX, PPTX, XLSM. ഇവിടെ ആൻസർ വരുന്നത് XLSX എന്നാണ്. ഓപ്ഷൻ ബി ആണ്. ഡോഗ്സ് ഏതാണ്? ഡോഗ്സ് അതായത് വേർഡിലുള്ള ഡോക്യുമെൻസിൻ്റെ ആണ്. PPTX പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ എക്സ്റ്റൻഷനാണ്. എക്സലിൻ്റെ മാക്രോ ഇനേബിൾഡ് വർക്ക് ബുക്കിൻ്റെ എക്സ്റ്റൻഷനാണ് XLSM എന്ന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻസ് ഗ്രേഡിംഗ് റിലേറ്റീവ് ഗ്രേഡിംഗ് ഡിപ്പെൻഡ്സ് ഓൺ. അതായത് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ എന്തിൻ്റെ ഗ്രേഡിംഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാസ്റ്റ് അക്കാഡമിക് പ്രോഗ്രസ്, അറ്റൻഡൻസ് പെർസെൻറ്റേജ്, പെർഫോമൻസ് ഓഫ് അതർ സ്റ്റുഡൻസ് ഇൻ ദ ഗ്രൂപ്പ്, നമ്പർ ഓഫ് സബ്ജക്ട്സ് ഹാവിങ് ലോ സ്കോർ. ഈ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ മാർക്ക് ആ എക്സാമിൽ പങ്കെടുത്ത ബാക്കിയുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, പെർഫോമൻസ് ഓഫ് ദ അതർ സ്റ്റുഡൻസ് ഇൻ ദ ഗ്രൂപ്പ്. അതായത് ആ ഒരു ക്ലാസ്സിൽ എക്സാം നടത്തി കഴിയുമ്പോൾ ഓരോ കുട്ടീനെ ആ ബാക്കിയുള്ള പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേഡിങ് നടത്തുന്നത്. അതായത് ഇപ്പോൾ ക്ലാസ്സിൽ നമ്മളൊരു
ഫസ്റ്റ് ആരാണ്, സെക്കൻഡ് ആരാണ്, തേർഡ് ആരാണെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതായത് മറ്റു കുട്ടികളെ അത് റിലേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായിട്ട് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഗ്രേഡിങ്ങിനാണ് നമ്മൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പരീക്ഷയിലെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ പേഴ്സൻറ്റേജ് എങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ കിട്ടിയ കുട്ടീനെ വെച്ചിട്ടാണ് നമ്മൾ ഈ പേഴ്സൻറ്റേജ് റാങ്ക് ഒക്കെ പറയുന്നത്. സോ അതൊക്കെയാണ് റിലേറ്റീവ് ഗ്രേഡിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ടീച്ചേഴ്സ്? അതായത് ടീച്ചേഴ്സിന് ഇൻ സർവീസ് പ്രോഗ്രാമുകൾ താഴെ കൊടുക്കുന്ന ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SCERT, ഡയറ്റ്, NCERT, RIE. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. അതായത് ഇത് 4 ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. ഇൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടീച്ചർ ആ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനാണ് നമ്മൾ ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഡ്യൂറിങ് ദയർ പ്രൊഫഷണൽ പീരീഡിൽ കൊടുക്കുന്നതാണ് ഇൻ സർവീസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. SCERT എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതായത് ഓരോ സ്റ്റേറ്റിനും അവിടുത്തെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതല ഉള്ളത് SCERTക്കാണ്. അതായത് കരിക്കുലം ഡെവലപ്പ് ചെയ്യുകയും ഇൻ സർവീസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യും, ഇവർക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ലെവൽ SCERT ആണ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിസ്ട്രിക്ട് ലെവലാണ്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആണ് ഡയറ്റ് എന്ന് പറയേണ്ടത്. അതായത് നമ്മുടെ NEP 1986 ഫലമായിട്ടാണ് ഈ ഡയറ്റൊക്കെ വന്നത്. അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള ആ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക, ഇൻ സർവീസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക, അങ്ങനെ ടീച്ചേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഹെൽപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡയറ്റ് ഡിസ്ട്രിക്ട് ലെവലിലുള്ളത്. NCERT എന്ന് പറയുന്നത് നാഷണൽ ലെവൽ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മൊത്തമായിട്ടുള്ള എഡ്യൂക്കേഷണൽ കാര്യങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇൻ സർവീസ് പ്രോഗ്രാമുകൾ നടത്തുകയും അതുപോലെ തന്നെ കരിക്കുലം സെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. ഇനി RIE എന്ന് പറഞ്ഞാൽ എന്താണ്? റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. NCERTയുടെ നേതൃത്വത്തിൽ വന്നതാണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ RIE എന്ന് പറയുന്നത്. മൈസൂർ, ഷില്ലോങ്, അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ എന്നിങ്ങനെയുള്ള സ്ഥലത്താണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കൂളിലെ പ്രീ സർവീസുകൾ, ഇൻ സർവീസ് എഡ്യൂക്കേഷനുകൾ സ്ട്രെങ്തൺ ചെയ്യുക, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് സ്കൂൾ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ആ ഓരോരോ റീജിയണിൽ വെച്ചിട്ടുണ്ട്. ആ ഓരോ റീജിയണിലും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇത് വെച്ചിട്ട് അവിടെ ഇൻ സർവീസും പ്രീ സർവീസും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടീച്ചർ ഇൻ എ ട്രഡീഷണൽ ഗുരുകുല എൻകറേജസ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, അനലൈസ് കോൺസെപ്റ്റ്സ് ആൻഡ് എൻഗേജ് ഇൻ ഡയലോഗ്സ് ടു അറൈവ് അറ്റ് ട്രൂത്ത്. ദിസ് ടീച്ചിങ് മെത്തേഡ് ഈസ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു. അതായത് ഒരു ട്രഡീഷണൽ ഗുരുകുലത്തിലൊരു ടീച്ചർ കുട്ടികളോട് ചോദ്യം ചോദിക്കാനും കോൺസെപ്റ്റുകൾ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ സത്യം കണ്ടുപിടിക്കാനുള്ള ആ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാനൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്തു. അപ്പോൾ ഈ ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ഏത് സ്കൂളാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യോഗ, ന്യായ, ചർവാക, മീമാംസ. ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്, ന്യായാണ്. ന്യായ ഫിലോസഫി സത്യത്തെപ്പറ്റിയുള്ള ഒരു വീക്ഷണത്തിലാണ് ഊന്നൽ കൊടുക്കുന്ന അറിവ് വസ്തുക്കളുടെ വിവിധ സ്വഭാവങ്ങളുടെ പ്രത്യക്ഷ ദർശനമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ നിലനിൽപ്പ് സ്വതന്ത്രവും അതിൻ്റെ നൈസർഗികമായ ഭാവത്തിലാണ് എന്നാണ് ന്യായ പറയുന്നത്. അറിവെന്ന് പറഞ്ഞാൽ സാധു അസാധുവാകാം. സാധുവായ അറിവ് വസ്തുവിനെ അതിൻ്റെ തൻ്റെ രൂപത്തിൽ കണ്ടെത്തുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സാധുവാകണമെങ്കിൽ അറിവ് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടണം എന്നാണ് ന്യായവാദം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ, ടെസ്റ്റിമണി എന്നീ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. യോഗ പ്രാധാന്യം കൊടുക്കുന്നത് സൂത്ര മെത്തേഡാണ്. അതായത് സൂത്ര എന്ന് പറഞ്ഞൊരു സ്മോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനൊരു സിംബോളിക്കായിട്ടും എൻട്രിസിക് മീനിങ്ങും ഉണ്ട്. ഈ സൂത്രയിലൂടെയുള്ള ടീച്ചിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളും എഫക്റ്റീവും ആണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നോളജും കിട്ടുന്നുണ്ട്. പിന്നെ ലെക്ചർ മെത്തേഡ്, അനാലിസിസ് സിന്തസിസ് മെത്തേഡ്, ആക്ടിവിറ്റി ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ഫീൽഡ് ട്രിപ്പ് മെത്തേഡ്, അങ്ങനെയുള്ള മെത്തേഡുകൾക്കാണ് യോഗ പ്രാധാന്യം കൊടുക്കുന്നത്. ചർവാക എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റ് ആണ്. മെറ്റീരിയൽ വേൾഡിന് മാത്രമാണ് ചർവാക പ്രാധാന്യം കൊടുക്കുന്നത്.
ഡയറക്റ്റ് പെർസെപ്ഷനും എംപീരിക്കൽ മെത്തേഡിനൊക്കെയാണ് അതുകൊണ്ട് തന്നെ ചർവാക പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചർവാകയ്ക്ക് ഒരു ക്വസ്റ്റ്യനിങ് അപ്രോച്ചാണ്. മീമാംസയുടെ കുറച്ചും കൂടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് വേദിക് ടെക്സ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടെക്സ്റ്റിൻ്റെ ഒരു അനാലിസിസ് ഒക്കെയാണ് മീമാംസയുടെ മെയിൻ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മീമാംസ 6 പ്രമാണങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോളിസി ഡോക്യുമെൻറ്റ് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് എ കോമൺ സ്കൂൾ സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ കോമൺ സ്കൂൾ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏത് പോളിസി ഡോക്യുമെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NCF 2005, NP 1986, NEP 2020, NCF 2023. ഏതാണ്? NP നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986. ഓപ്ഷൻ ബി ആണ് കോമൺ സ്കൂൾ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. NEP 86 ഒരു നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആ ഒരു കോൺസെപ്റ്റിനാണ് പ്രാധാന്യം കൊടുത്തത്. അതായത് എല്ലാ കുട്ടികൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ക്രീഡ്, ലൊക്കേഷൻ, സെക്സ് അവർക്ക് ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയണത്. അതിനുവേണ്ടി അവർ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്ത കോമൺ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ആയിരുന്നു 10 +2 +3 എന്നുള്ളത്. അത് കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തായിരുന്നു. പക്ഷേ അത് എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്തത് NEP 1986 ആണ്. അതുപോലെ തന്നെ ഒരു നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് വിത്ത് എ കോമൺ കോർ ഉണ്ടായിരുന്നു. പിന്നെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഒരു മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എൻഷുർ ചെയ്തിരുന്നു. കൾച്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്, പൂളിംഗ് റിസോഴ്സസ്, പ്രയോറിറ്റീസ് ഓഫ് എഡ്യൂക്കേഷണൽ റീഫോംസ്, ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ, സ്ട്രെങ്തനിങ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് UGC, NCERT, NIEPA, AICTE, IMC എക്സെട്ര എന്നിവയെല്ലാം ഇവർ മുമ്പോട്ട് വെച്ച ആശയങ്ങളായിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത് കസ്തൂരി രംഗൻ ചെയർമാൻഷിപ്പ് ഏറ്റെടുത്ത് ഡെവലപ്പ് ചെയ്ത പോളിസിയായിരുന്നു. ഈ പോളിസിയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യനെ ഒരു ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നിങ്ങനെയുള്ള ഫൗണ്ടേഷണൽ പില്ലേഴ്സിലായിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത്. 1986 പോളിസി അനുസരിച്ച് 10 +2 +3 എന്നുള്ളതായിരുന്നു. പക്ഷേ 2020 ആയപ്പോഴേക്കും അവർ പുതിയൊരു കരിക്കുലർ പെഡഗോജിക്കൽ സ്ട്രക്ചർ മുമ്പോട്ട് വെച്ചു. 5 +3 +3 +4 എന്നുള്ളത്. അതായത് ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി അങ്ങനെയായിരുന്നു അവിടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്ത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആക്സസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് സ്കൂളിങ്, ക്വാളിറ്റി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് കൊടുക്കുക. മറ്റൊരു സലൈൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർട്സും സയൻസും തമ്മിൽ യാതൊരു സെപ്പറേഷൻ ഇല്ല. കരിക്കുലറും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തമ്മിൽ സെപ്പറേഷൻ ഇല്ല. അക്കാഡമിക് ആൻഡ് വൊക്കേഷണൽ സ്ട്രീം തമ്മിൽ ഒരു സെപ്പറേഷൻ എല്ലാം മേർജ് ചെയ്താണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, റിസർച്ച് യൂണിവേഴ്സിറ്റികളൊക്കെ ഇത് സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്തത്. NCF 2023 അതായത് നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് 2023 എന്ന് പറയണത് സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ NEP 2020 ബേസിസിൽ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതായത് അതിന് മുമ്പ് വരെയുള്ള ഒരു സ്കൂൾ സ്ട്രക്ചറും എല്ലാം NEP 2020 വന്നതോടുകൂടി മാറി. അപ്പോൾ ആ NEP 2020 എയിംസുകളൊക്കെ സാധൂകരിക്കുന്ന രീതിയിൽ വന്ന നാഷണൽ കൗൺസിൽ ഓഫ് ഫ്രെയിംവർക്കാണ് 2023 എന്ന് പറയുന്നത്. അതായത് 3 മുതൽ 18 വയസ്സ് വരെയുള്ള ആ വിദ്യാഭ്യാസവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് എംഫസൈസ് കൊടുത്തുകൊണ്ട് വന്നതാണ് NCF 2023 എന്ന് പറയുന്നത്. ഹോളിസ്റ്റിക് ആയിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി ലേണിങ്ങിന് എംഫസൈസ് കൊടുക്കുക, കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുക എന്നതൊക്കെയായിരുന്നു ഇതിൻ്റെ മെയിൻ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിസർച്ച് മെത്തേഡ് വിച്ച് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ സ്റ്റഡിയിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ ഇന്നോവേറ്റീവ് മെത്തേഡ്. അതായത് ഒരു ഇന്നോവേറ്റീവ് മെത്തേഡിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ പറ്റി പഠിക്കാനുള്ള ഏറ്റവും നല്ല റിസർച്ച് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്,
കേസ് സ്റ്റഡി എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. അതായത് ഏതെങ്കിലും ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ്, അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ICT ബേസ്ഡ് ലേണിങ്. അപ്പം അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്നാന്ന് അറിയാനായിട്ട് നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ ക്ലാസ്സിൽ ചെന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഒക്കെ വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മുടെ ആ ഒരു മെത്തേഡ് എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതായത് കുട്ടികളുടെ പോസ്റ്റ് ടെസ്റ്റിൻ്റെയൊക്കെ മാർക്ക് കണ്ടു കഴിയും. അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിയുമ്പോഴേക്കും ആ ഒരു മെത്തേഡ് നല്ലതാണ്. അതായത് ആ ഒരു മെത്തേഡ് വഴി കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു ഇന്നോവേറ്റീവ് മെത്തേഡിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ്സിനെ പറ്റി പഠിക്കാനായിട്ട് ഏറ്റവും നല്ല സ്റ്റഡി എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പാസ്റ്റ് ഇവൻ്റ്, അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞു, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയണത്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ പറ്റി നമ്മൾ ഇൻഡെപ്തായിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയണേ. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു കുട്ടിയുടെ മിസ്ബിഹേവിയർ വന്നു, അപ്പോൾ ആ മിസ്ബിഹേവിയറിനെ പറ്റിയൊക്കെ നമ്മൾ ഇൻഡെപ്ത്, അതായത് ഒരു കേസായിട്ട് എടുത്തിട്ട് അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി അതിനെ കൺട്രോൾ ചെയ്യുകയൊന്നും ചെയ്യാണ്ട് അതായിരിക്കുന്ന അവസ്ഥയിൽ അതിനെപ്പറ്റി അതെന്തുകൊണ്ടാണ്, വാട്ട്, വെന്ന്, അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതെങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രൂണേഴ്സ് സ്പൈറൽ കരിക്കുലം ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ്. ബ്രൂണറിൻ്റെ സ്പൈറൽ കരിക്കുലത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഐഡിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് ഷുഡ് ഓൺലി ലേൺ ഫാക്ട്സ് റിപ്പീറ്റഡ്ലി. കോൺസെപ്റ്റ് ഷുഡ് ബി തോട്ട് വൺസ് അറ്റ് ദ ബിഗിനിങ്. ഐഡിയാസ് ക്യാൻ ബി റീവിസിറ്റഡ് അറ്റ് ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. ലേണിംഗ് ഷുഡ് അവോയ്ഡ് അബ്സ്ട്രാക്ഷൻ. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഐഡിയാസ് ക്യാൻ ബി റീവിസിറ്റഡ് അറ്റ് ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. ബ്രൂണറുടെ ഡിസ്കവറി ഓഫ് ലേണിങ്ങിലാണ് സ്പൈറൽ കരിക്കുലത്തെ പറ്റി പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു സ്പൈറലിൻ്റെ ഷേപ്പ് എന്നാണ്, അതായത് അതിങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്, ആ വട്ടം വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ, ചില തീംസ് ഇയേഴ്സ് ഓഫ് ലേണിങ്ങിലൂടെ ഇങ്ങനെ അതായത് റൺ ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ സ്പൈറൽ മുകളിലോട്ട് പോകുന്നതോടും അല്ലെങ്കിൽ ഗെറ്റിംഗ് ബ്രോഡർ ആവുന്നതോടും നമ്മൾ ആ ഒരു നോളഡ്ജും ഇവിടെ അഡ്വാൻസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലേണർ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നോളഡ്ജും സ്കിൽസും അതിനുള്ള അപ്രോപ്രിയേറ്റ് ആറ്റിറ്റ്യൂഡ്സും നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ലേണർ സെയിം കണ്ടൻറ്റ് തന്നെ പിന്നെയും പഠിക്കുകയാണ്, പക്ഷേ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടും ഇൻഡെപ്തായിട്ടും ആണ് സെക്കൻഡ് ടൈം പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു റിഫ്ലക്റ്റീവ് റീഓർഗനൈസേഷനും റീകൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പീരിയൻസും നടക്കുന്നുണ്ട്. സ്പൈറൽ കരിക്കുലം സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ലെവൽ അനുസരിച്ച് കൊണ്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യണം എന്നാണ്. സ്പൈറൽ കരിക്കുലം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചറിന് ഏത് കണ്ടൻറ്റ് വേണമെങ്കിലും മീനിങ് ഫുൾ ഭാഷയിൽ അവരുടെ ഏജിനനുസരിച്ച് പഠിപ്പിക്കാം. അതെങ്ങനെയാണ്? പ്രോപ്പർ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഓരോ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കാനായിട്ട് ഇവിടെ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ടീച്ചർ ആ മെറ്റീരിയൽ റീവിസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് ലേൺ ചെയ്ത കാര്യത്തിന് പിന്നെ കുറച്ചും കൂടെ റീവിസിറ്റ് ചെയ്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് പോവുകയാണ് സ്പൈറൽ കരിക്കുലത്തിൽ ചെയ്യുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾക്ക് ഏത് കാര്യം വേണമെങ്കിലും ഏത് ലെവലിൽ വേണമെങ്കിലും പഠിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷേ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഇനി ആ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ഏജ് ലെവൽ അനുസരിച്ച് അതിൻ്റെ ആ ഒരു കാഠിന്യം നമ്മൾ കൂട്ടി വരിക എന്നുള്ളതാണ്. ഇത്ര ഓർത്താൽ മതി.
നമ്മൾ മാത്സ് പഠിക്കുന്നുണ്ട്. നമ്മൾ UKG തൊട്ട് അല്ലെങ്കിൽ LKG തൊട്ട് മാത്സ് പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യണേ, മറ്റ് അക്കങ്ങൾ എഴുതാനാണ് പഠിക്കുന്നത്, പറയാൻ പഠിക്കുന്നു. അതിനുശേഷം കുറച്ചും കൂടെ പ്രായമാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അഡീഷൻ പഠിക്കുന്നു, സബ്സ്ട്രാക്ഷൻ പഠിക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നു. പിന്നെ അതനുസരിച്ചുള്ള പ്രാക്ടിക്കൽ ലെവലോട്ട് പോകുന്നു. അപ്പം ഈ മാത്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് നമ്മൾ 1ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ LKG തൊട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്പേഴ്സ് വെച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാലും ഈ LKGയിലും UKGയിലും പഠിച്ച 1, 2 വെച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി കുട്ടികളുടെ ലെവൽ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി നമ്മൾ കൂട്ടി അതനുസരിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്